ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. സാഫ് സഫായി മേ അവൽ ഗാവ്, ശുചിത്വത്തിൽ 1ാം സ്ഥാനമുള്ള ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണിത്. ഇതിലെ മലയാളം എക്സ്പ്ലനേഷൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. യഹാം ഗാവ് വാലോ की कौन सी मनोदश प्रकट होते हैं. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ഇവിടെ ഗ്രാമവാസികളുടെ യഹാം ഗാവ് വാലോ की कौन सी मनोदश പ്രകട് ഹോത്തി ഹെ, ഇവിടെ ഗ്രാമവാസികളുടെ എന്ത് മനോഭാവമാണ് നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ മലയാളം എക്സ്പ്ലനേഷൻ ഇത് നന്നായി പഠിച്ചതാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ആ സ്വഭാവ സവിശേഷതകളും സ്വന്തം ഗ്രാമത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഗ്രാമവാസികളാണ് എന്താണ് മേഘാലയത്തിലെ മാവ്ലിനോഗ് എന്ന ഗ്രാമത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിന് ഉത്തരം നോക്കാം. ആപ്പിനെ ഗാവ് സാവ് സുത്തര രക്കന ആപ്പിന ഹി കർത്തവ്യ ഹെ, സ്വന്തം ഗ്രാമം നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടി വെക്കുക എന്നുള്ളത് അവരുടെ കർത്തവ്യമായി കരുതുന്നു. യഹാ കി സാരി സാഫ് സഫായി ഗാവലെ ഖുദ് ഹി കർത്തേ ഹെ, എല്ലാ വൃത്തിയാക്കലും അവർ സ്വന്തമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, जीवन में निरोग रहने के लिए सफाई के अलावा क्या क्या उपाय है. ജീവിതത്തിൽ നിരോഗ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് നമ്മൾ സഫായി ചെയ്യണം, വൃത്തിയും വെടിപ്പും വേണം. അതല്ലാതെ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഓക്കെ, നിരോഗ് രഹനെ കെ ലിയെ സബ്സെ ഉത്തമ ഉപായ് സഫായി ഹെ. അപ്പോൾ രോഗമില്ലാതിരിക്കാൻ നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട വൃത്തിയാണ്. അതേപോലെ ഇസ്കെ അലാവ, അതല്ലാതെ സ്വച്ഛ ആഹാർ, നല്ല ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം. പര്യാപ്ത നീന്ത്, നമുക്ക് ആവശ്യമായ ഉറക്കം. പര്യാപ്ത നീന്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത്ര ഉറക്കം. പര്യാപ്ത പാനി കാ സേവൻ, ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കുക. സ്വച്ഛ ഹവ, ശുദ്ധമായ വായു. ധൂമ്രപാൻ കാ ത്യാഗ്, ധൂമ്രപാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുകവലി ഒഴിവാക്കണം. ജങ്ക് ഫുഡ് കാ ത്യാഗ്, ജങ്ക് ഫുഡ് നമ്മൾ ഉപേക്ഷിക്കണം. അതേപോലെ योग और വ്യായാം ഹോന ജരൂരി. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താക്കാം? നമുക്ക് രോഗമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. മാനിലെ മാവ്ലിനെ കാവ് ഹേക്ക് पर्यटक आते हैं, वहाँ सूचना फट है वहाँ कैसे होगा. അപ്പോൾ എന്താണ്? മാവ്ലിനോഗ് ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പര്യടക് എന്ന് പറഞ്ഞാൽ എന്താണ്? പര്യടക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ. അപ്പോൾ അവർ വരുമ്പോൾ അവിടെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എപ്രകാരമായിരിക്കും? ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മാവ്ലിനോഗ് ഏഷ്യാക്ക സബ്സെ സാഫ് സുത്തര ഗാവ്, മാവ്ലിനോഗ് ഏഷ്യയിലെ ഏറ്റവും വലിയ വൃത്തിയുള്ള ഗ്രാമം. ഏറ്റവും ധ്യാൻ ദേ ശ്രദ്ധിക്കുക. എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക? കൂടാ കച്ചറ മത് ഫേക്കോ, കച്ചറകളൊന്നും ഇവിടെ ഇടരുത്. ഡസ്റ്റ്ബിൻ കാ ഇസ്തമാൽ കരേ, ഡസ്റ്റ്ബിൻ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു സംഭവം ഇവിടെ എഴുതുക. എന്തൊക്കെ എഴുതേണ്ടത്? കൂടാ കച്ചറ മത് ഫേക്കോ, ചപ്പുചവറുകൾ ഇടരുത് എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പുനഃചക്रण से प्रकृति का बोझ कम हो जाता है, ചർച്ച करके പുനഃചക്രണം की सूची तैयार करें. അപ്പോൾ പുനഃചക്രമണം അഥവാ റീസൈക്ലിംഗ് വഴി പ്രകൃതിയുടെ ഭാരം കുറയുന്നു. ചർച്ച ചെയ്ത് പുനഃചക്രമത്തിൻ്റെ പട്ടിക, ടേബിൾ തയ്യാറാക്കാനാണ് ജേസ്. അതിനൊരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടെ കച്ചരോസെ ഖാദ്. അപ്പോൾ കൂടെ കച്ചരോസെ നമുക്ക് എന്തുണ്ടാക്കാം? ചപ്പ് ചവറുകളിൽ നിന്ന് നമുക്ക് വളം ഉണ്ടാക്കാം. ഖാദ് എന്ന് പറഞ്ഞാൽ വളം. പിന്നെ നമുക്ക് എന്തൊക്കെ? ഇസ്തമാൽ കിയെ പ്ലാസ്റ്റിക്, നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ പ്ലാസ്റ്റിക് ഉണ്ടാക്കാം, അല്ലേ? ഓക്കെ, പിന്നെ അടുത്ത ഇസ്തമാൽ ഗേ കപ്പഡോൺസെ, നമ്മൾ ഉപയോഗിച്ച തുണി കൊണ്ട് നമുക്ക് എന്താക്കാം? കാലീൻ അഥവാ കാർപ്പറ്റ് ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം. ഇനി അടുത്തത് സാർത്ഥക് വാക്യ ബനായേ, അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ എന്തെല്ലാം എഴുതാം? സാഫ് സഫായി ഹമാര ദായിത്വ ഹെ, സാഫ് സഫായി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വച്ഛ് നഹി രഹേ തോ സ്വസ്ഥ നഹി ഹോഗ,
നമ്മൾ ശുചിത്വം ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയും സ്വസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവില്ല. തൻ ഹോയാ മൻ സഫായി ജരൂരി ഹെ. മനസ്സായാലും ശരീരമായാലും നമുക്ക് എന്താവശ്യമാണ്? സഫായി ശുചിത്വം ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാരാ ഗീത് കോ ആगे बढ़े. स्वच्छ रहो तुम स्वस्थ बनो, प्रकृति को तुम अपना लो, हरियाली का गीत रचो हम शुद्ध हवा को. ഒരു നാരാഗീതാണ്. അതേപോലത്തെ ഒന്ന് നമ്മളോട് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? സ്വച്ഛ് രഹോ തും സ്वस्थ बनो, प्रकृति को बनाए रखना, बीमारियों से बचने के लिए स्वस्थ आदत बनाए. അപ്പം ബീമാരിയൊക്കെ രോഗങ്ങളൊന്നും ഇല്ലാതൊക്കെ നമ്മൾ നല്ല ശീലങ്ങൾ ഉണ്ടാക്കണം. ഇനി അടുത്തത് എന്താണ്? സന്ദേശ് വാക്യ ജോഡ്ക പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ ഓർ ഡിജിറ്റൽ പോസ്റ്റർ ബനായെ. അപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മളൊരു പോസ്റ്ററൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, ഒരു നല്ലൊരു ചിത്രമൊക്കെ വരച്ച് പോസ്റ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. 5 ആക്ടിവിറ്റീസും അതേപോലെ 2 ക്വസ്റ്റ്യൻ ആൻസറും ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പ്യാർ അല്ലേ, പ്യാറിലെ മലയാളം എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് രണ്ടാമത്തെ പാഠഭാഗമാണ് സാഫ് സഫായി മേ അവൽ ഗ്രാമ. ഓക്കെ, അവൽ ഗാവ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് തുടങ്ങി ഒരുപാട് വീഡിയോസ് പുതിയ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ മാത്സിൽ ഇപ്പോൾ ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ പേജ് വൈസ് ആയിട്ടാണ് പ്രോബ്ലംസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക, വീഡിയോ കാണുക, മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.